അത്രയും പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സമയം ഉച്ചക്ക് 1 മണിയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ല. അതാണ് ഞാൻ വീണ്ടും എപ്പിസോഡ് വിശക്കുന്നു എന്ന് പറയാം. കാരണം നമ്മളെ മൈൻഡ് സെറ്റാണ്, എൻ്റെ മൈൻഡ് സെറ്റാണ് അറിയില്ല. ഞാൻ പൊതുവെ എക്സാം ഉള്ള ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വർക്കൊക്കെ ഉള്ള ടൈമിൽ രാവിലെ എണീച്ച പാടന്നെ അതങ്ങ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം കഴിക്കും. എനിക്കൊരു ട്രീറ്റ് എന്നുള്ള രീതിയിൽ റിവാർഡ്. എക്സാം ഒക്കെ ഉള്ള ടൈമില് ഞാൻ എണീച്ച പാടന്നെ 2 ലെസൺ അങ്ങോട്ട് പഠിക്കും. 2 ലെസൺ അങ്ങോട്ട്, കാരണം ഞങ്ങൾക്ക് കൊമേഴ്സിൽ 2 ലെസൺ എന്ന് പറഞ്ഞാൽ 40 കാര്യമുള്ളൂ. അതാണ് ഞങ്ങൾക്ക് 1/2 ലെസൺ തന്നെ 2 മണിക്കൂറിൽ കഴിയില്ല. 2 ലെസൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ എനിക്ക് സമാധാനം, ഓൾറെഡി 2 ലെസൺ കഴിഞ്ഞ് ഇനിയിപ്പോ മറ്റേ നമ്മൾ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതായി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര ചടങ്ങ്. അതെ, അതിനെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നും പറയും. അത് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ട്രേറ്റ്സ് എടുക്കുക നോക്കുകയാണെങ്കിൽ അതിൽ പെട്ടൊരു ട്രേറ്റ് ആണ് ഇത്. അതായത് അവരൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിവാർഡായിട്ടാണ് സംഭവം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് ഈ ഫുഡിന്റെ കാര്യത്തിലല്ല. ഈ ഒരു സംഭവം ഉണ്ട്, പുവർ പീപ്പിൾ ബൈ ലക്ഷറീസ് ഫസ്റ്റ്, റിച്ച് പീപ്പിൾ ബൈ ലക്ഷറീസ് ലാസ്റ്റ് എന്ന് പറയും. നമ്മള് പാവപ്പെട്ട ആൾക്കാർ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു സക്സസ് വരുമ്പോ തന്നെ അവർക്കുള്ള റിവാർഡും ഐഫോൺ 15 പ്രോവും 15,000 സാലറി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഐഫോൺ 15 പ്രോ അതിനൊക്കെ റൂൾ ഉണ്ട്. 4/2/2 എന്നൊക്കെ പറഞ്ഞാണ്ട് എത്ര ശതമാനം നമുക്ക് നമ്മളൊരു വണ്ടി അടവിന് എടുക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം ഓഫ് ദ ടോട്ടൽ എമൗണ്ട് നമ്മളെ അതിൽ ഡൗൺ പേയ്മെന്റ് വേണം, പിന്നെ ഇത്ര വർഷത്തിന്റെ ഉള്ളിൽ ഇത് തീരണം, ഇത്ര ഇതിലൊക്കെ അതൊക്കെ ഓക്കെ ആണെങ്കിൽ വി ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ടു ബൈ ദാറ്റ്. അല്ലെങ്കിൽ ജെയ്സി പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇഫ് യു കാൻറ്റ് ബൈ ഇറ്റ് ട്വൈസ് യു കാൻറ്റ് അഫോർഡ് ഇറ്റ്. ഇഫ് യു കാൻറ്റ് ബൈ ഇറ്റ് ട്വൈസ് യു കാൻറ്റ് അഫോർഡ് ഇറ്റ്. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഇടി പൊട്ടുന്ന സൗണ്ട് ഒക്കെ നമ്മൾ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഇന്നലെ 8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, 9 ഡിഗ്രി ഫുൾ വെയില്. ഒരു ഭയങ്കര ഒരു തണുപ്പിന്റെ ഇടയിൽ നല്ല വെയിലടിച്ചാണ്, നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നിപ്പോ നോക്കുമ്പോ ഫുൾ കാർമയൊക്കെ മൂടി മഴയൊക്കെ പെയ്ത്. പക്ഷെ 10 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പഠിച്ചു നോക്കി. പക്ഷെ ഞാൻ സെമീറിനോട് ബാക്കില് ഞങ്ങളിങ്ങനെ പോസ് ചെയ്തപ്പോ സൗണ്ട് കേൾക്കുന്നേ. അപ്പൊ ഞാൻ എന്താ ഈ സൗണ്ട്? ഞാൻ പറഞ്ഞു പുറത്ത് മഴ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി. അപ്പൊ ഞാൻ വിചാരിച്ച് ഭൂമിയില് മഴ പെയ്യുന്നത് നല്ലൊരു കാര്യമാണല്ലോ, മഴ എന്തുകൊണ്ടും നല്ലൊരു ബ്ലെസ്സിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി, ബാക്ക്ഗ്രൗണ്ടിൽ ഈ കേട്ടന്റെ ബാക്കിൽ നിന്ന് വെളിച്ചം വരുന്നില്ല. വീഡിയോ ലിസണേഴ്സിന് അത് മനസ്സിലാക്കും ഇതെന്താ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളുടെ മൈൻഡ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു അടിപൊളി എപ്പിസോഡ് ഞങ്ങൾ നിർത്തുന്നു. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ ആൻഡ് സയാൻ സാക്കിർ. പീസ് ഔട്ട്.